ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. 2 കന്യാസ്ത്രീകളും സെൻട്രൽ ജയിലിൽ തുടരും. നാളെ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകും. അജീഷ് ജയകുമാർ ഛത്തീസ്ഗഡിലുണ്ട്. അജീഷ്, ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ സർക്കാരും പോലീസും നിലപാട് വ്യക്തമാക്കുന്നു. ജാമ്യാപേക്ഷയെ ഏറ്റവും താഴ്ന്ന കോടതിയിൽ അവർ എതിർത്തിരിക്കുന്നു. അവിടെ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള പോംവഴി ഇതിന്റെ അപ്പീലുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വിവരങ്ങൾ. സുഹേലെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപ്പീൽ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെയ്ക്കും നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഈ ജാമ്യാപേക്ഷ കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇന്നലെ ഇത് കൊടുത്തിരുന്നില്ല. ഇന്ന് വൈകിട്ടായിരുന്നു ഇത് കൊടുത്തത്. ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഈ ജാമ്യാപേക്ഷ കൊടുത്തത്. അതിനുശേഷം ഈ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളായിരുന്നു ചുമത്തിയത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ലോവർ കോർട്ട് ഈ അപേക്ഷ തള്ളിയത് എന്നാണ് കൂടെ ഉണ്ടായിരുന്ന അഭിഭാഷകർ പറഞ്ഞത്. മാത്രമല്ല, നാളെ ഈ സെഷൻസ് കോടതിയിൽ ഒരുപക്ഷെ ഈ അപ്പീൽ നൽകും എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല, ഈ 2 പെൺകുട്ടികളെ ഈ സർക്കാരിന്റെ സംരക്ഷണ കേന്ദ്രത്തിൽ, സഖി എന്ന് പറയുന്ന സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു ഈ വെള്ളിയാഴ്ചയുടെ ഈ സംഭവത്തിന് ശേഷം പാർപ്പിച്ചിരുന്നത്. അവരെ ഇപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക്, നാരായൺപൂരിലേക്ക് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഒപ്പമല്ല അവരെ വിട്ടത്, പ്രത്യേകം വാഹനത്തിൽ, സർക്കാരിന്റെ പ്രത്യേകം വാഹനത്തിലാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത്. ഇതുവരെയ്ക്കും മാതാപിതാക്കൾക്കും ഈ കുട്ടികൾക്കും പരസ്പരം സംസാരിക്കാനായിട്ടില്ല. രണ്ടുപേരെയും പ്രത്യേക വാഹനങ്ങളിലാണ് കൊണ്ടുപോയതെന്നാണ് ഈ സഭയുടെ ഭാഗമായി നിൽക്കുന്ന ഈ അഭിഭാഷകർ പറഞ്ഞത്. മാത്രമല്ല, നാളെ ഈ പെൺകുട്ടികളെ സെഷൻസ് കോടതിയിൽ എത്തിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ. എന്നാൽ മാത്രമേ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ നാടകീയമായ രംഗങ്ങളായിരുന്നു ഈ ദുർഗ് സെൻട്രൽ ജയിലിൽ കുറച്ച് മണിക്കൂറുകളായി അരങ്ങേറിക്കൊണ്ടിരുന്നത്. 12:30 AICCയുടെ പ്രതിനിധി സംഘം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ വിമാനത്താവളത്തിലെത്തി. ഇതിന് തൊട്ടടുത്ത് ഇവിടെ MLA വസതിയിലെത്തി വിശ്രമിക്കുകയായിരുന്നു MP-മാരടക്കമുള്ള സംഘം. അതിനുശേഷം 12:30 ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് തൊട്ട് മുൻപായിരുന്നു അവർക്ക് അനുമതിയില്ല എന്ന് അറിയിപ്പ് കിട്ടുന്നത്. അതിനെ തുടർന്ന് റോജി എം ജോൺ അങ്കമാലി MLA നേരിട്ടെത്തി ഈ ജയിൽ സൂപ്രണ്ടിനെ കണ്ട് സംസാരിച്ചിരുന്നു. എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചു എന്ന് ചോദിച്ചപ്പോൾ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണ് അനുമതി നിഷേധിക്കുന്നതെന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് അവർ തിരികെ പോവുകയും വീണ്ടും പ്രതിനിധി സംഘം ഈ ജയിലിന് മുന്നിലെത്തുകയും വലിയ പ്രതിഷേധിക്കുകയും ധർണ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഏറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാനായത്. അങ്ങനെ 2 മണിയോടെ ഈ കന്യാസ്ത്രീകളെ നേരെ എടുത്തൊരു കേസല്ല. ഈ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന, നമ്മൾ ഈ പറയുന്ന ഒരു കമ്മ്യൂണൽ ഫ്രാക്ഷന്റെ ഭാഗമായി, അവരുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി എടുത്ത പരാതിയാണെന്നടക്കം ആരോപണങ്ങൾ ഉയരുന്നു. നമ്മൾ ദൃശ്യങ്ങളടക്കം കാണുന്നുണ്ട്. അതൊരു ആൾക്കൂട്ടത്തിന്റെ ഒരു നീതി നടപ്പാക്കൽ കൂടിയായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. ബലമായി പിടിക്കുന്നു, പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഈ പറയുന്ന കന്യാസ്ത്രീകൾക്കും അവരുടേതായി ലഭിക്കുന്ന ഒരുപാട് അവകാശങ്ങൾ ഈ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ പോലും ലഭിച്ചിട്ടില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കൊടുത്തിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ വകുപ്പുകളാണ്, 10 വർഷം ലഭിക്കാവുന്ന വകുപ്പുകൾ. അത് മനുഷ്യക്കടത്തിനപ്പുറത്തേക്ക് മതപരിവർത്തനം രണ്ടാമത് ചേർത്താണെന്നും പറയുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ പോലീസ് പോലീസ് അതിശക്തമായ വകുപ്പുകൾ ചുമത്തി തന്നെ ഇത്തരത്തിലൊരു റിമാൻഡ് റിപ്പോർട്ട് അവിടെ കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ തള്ളുന്നു. അതായത് നമ്മൾ ഈ കണ്ടതാണ്, നേരത്തെ കേരള ഘടകം BJP അടക്കം ഈ പറഞ്ഞ ഛത്തീസ്ഗഡ് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെയൊന്നും ഒരു അനുനയം ഉണ്ടായിട്ടില്ല. ആഭ്യന്തര വകുപ്പ് സ്റ്റേണായി തന്നെ മുന്നോട്ട് പോവുകയാണ് കന്യാസ്ത്രീകൾക്കെതിരെ എന്നല്ല മനസ്സിലാക്കേണ്ടത്. ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ BJPയുടെ പ്രതിനിധി നേരിട്ടെത്തി കണ്ടിരുന്നു, ഈ കന്യാസ്ത്രീകളെയും കണ്ടിരുന്നു. പക്ഷേ ഈ അനുഭാവപൂർവ്വമായിട്ടുള്ള, നീതിപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നതിനപ്പുറം എന്താണ് ഇടപെടലെന്ന് വ്യക്തമായിട്ട് ഒരു ഉത്തരവും BJPയുടെ പ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുമില്ല. ഒന്നും നമ്മൾ ചോദിച്ചതിന് വ്യക്തമായൊരു ഉത്തരവും നൽകിയില്ല. പക്ഷേ ഈ കോൺഗ്രസിന്റെ പ്രതിനിധികൾ അതിനുശേഷം ഈ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഇവിടെ എത്തി കാണുന്നതിന് തൊട്ട് മുൻപാണ് BJPയുടെ പ്രതിനിധി എത്തി ഈ കന്യാസ്ത്രീകളെ കണ്ടത്. സുഗമമായി അകത്തു കയറുകയും കന്യാസ്ത്രീകളെ കാണുകയും പുറത്തിറങ്ങി പോവുകയും ചെയ്തു. അപ്പോഴും എന്തൊക്കെയാണ് കന്യാസ്ത്രീകൾ പറഞ്ഞതെന്ന് പോലും അനൂപ് ആന്റണി വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷം 2 മണിയോടെ ഈ AICCയുടെ പ്രതിനിധി സംഘം അകത്തു കയറി. ഇതിൽ പ്രീത മേരി എന്ന് പറയുന്ന കന്യാസ്ത്രീയുടെ സഹോദരനും ഉണ്ടായിരുന്നു, ബൈജു. ഈ ബൈജു ഉൾപ്പെടെയാണ് അകത്ത് കയറിയത്. ആ ബൈജു വളരെ വൈകാരികമായിട്ടാണ് സഹോദരിയെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിൽ ഈ കന്യാസ്ത്രീകൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ പോലീസിന്റെ ആരോപണം പ്രധാനമായും ഈ 2 വകുപ്പുകൾ ചുമത്താനുള്ള കാരണമായി പറയുന്നത് ഈ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, ID കാർഡ് ഇല്ലായിരുന്നു, മാതാപിതാക്കളുടെ സമ്മതമില്ലാതെയാണ് യാത്ര തുടങ്ങിയതായിരുന്നു പോലീസിന്റെ ഈ ആരോപണം. ഈ 2 ഗുരുതര വകുപ്പുകൾ ഇടാനുള്ള ആ കാരണമായി പറഞ്ഞിരുന്നത്. ബജ്രംഗ്
ബജരംഗദളും ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എക്സിൽ ഇട്ട ഒരു പോസ്റ്റിൽ പോലും ഇത് മതപരിവർത്തനം നടത്താൻ വേണ്ടി ആയിരുന്നു ഈ ശ്രമം എന്നായിരുന്നു മുഖ്യമന്ത്രി പോലും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കന്യാസ്ത്രീമാർ ഇപ്പോൾ എംപിമാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ രണ്ട് കുട്ടികൾക്കും ID കാർഡ് ഉണ്ടായിരുന്നു മാത്രമല്ല രണ്ടുപേരും പ്രായപൂർത്തി ആയവരാണ്. അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് തങ്ങളുടെ കൂടെ വന്നതെന്നും ഈ കന്യാസ്ത്രീകൾ പറഞ്ഞു. മാത്രമല്ല ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരുടെ ബാഗ് പരിശോധിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ ബാഗ് പരിശോധിച്ചത്. പുറത്ത് പറയാൻ പറ്റാവുന്നതിലപ്പുറമുള്ള മോശമായ ഭാഷയിലാണ് അവർ സംസാരിച്ചതെന്നും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഈ കന്യാസ്ത്രീകൾ ഈ എംപിമാരോട് പറയുകയുണ്ടായി. അതിനുശേഷമാണ് അവർ പുറത്തിറങ്ങി വന്നതിന് ശേഷമാണ് ഈ കീഴ്ക്കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയ വിവരം പുറത്തു വരും. നമ്മൾ രാവിലെ മുതൽ തന്നെ സഭാപ്രതിനിധികളടക്കം ചോദിക്കുന്നുണ്ടായിരുന്നു, അപേക്ഷ നൽകുന്നുണ്ടോ, എന്തുകൊണ്ട് നൽകുന്നില്ല, ആരാണ് നൽകുന്നുള്ള തുടങ്ങിയ വിവരങ്ങൾക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ലായിരുന്നു. ചിലപ്പോൾ ഒരു ഭയം, അവർ ഇതിന്റെ ഒരു രാഷ്ട്രീയം മാനങ്ങളൊക്കെ കൊണ്ടായിരിക്കും അവർ ഈ ജാമ്യാപേക്ഷ നൽകുന്ന കാര്യത്തിൽ അത് മറച്ചു വെക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവസാനം ഈ എംപിമാരോടാണ് ഈ ദുർഗ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയെന്നും ഇനി നാളെ സെഷൻസ് കോടതിയിൽ കീഴ്ക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. സ്വാഭാവികം അറസ്റ്റ് കൈവരിച്ച് കഴിഞ്ഞാൽ റിമാൻഡിൽ അയക്കുന്നതിൽ ജാമ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കീഴ്ക്കോടതിയിൽ പ്രതീക്ഷയില്ല. അപ്പീലുമായി സെഷൻസിലേക്ക് പോകുമെന്നാണ് സഭാവൃത്തങ്ങളടക്കം അറിയിക്കുന്നത്.